കായ വെച്ച് കൊടുക്കില്ല, അങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല. ആ ഓക്കെ, ചക്കക്കുരു പായസം കേട്ടോ. ഉഷാറാണ്, രസമുണ്ട്. അറിയില്ല അല്ലേ, ചക്കക്കുരു ഒന്നും അറിയുന്നില്ല. അങ്ങനെ ഇപ്രാവശ്യം തലക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കുടുംബശ്രീ ഓണച്ചന്ത തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വിശേഷങ്ങൾ പോയി കാണണ്ടേ. കുടുംബശ്രീന്റെ ഓണച്ചന്ത മാത്രമേ അതിന്റെ കൂടെ തന്നെ കർഷക ചന്ത കൂടെ ഉണ്ട്. എല്ലാ സ്ത്രീകളുടെ സംരംഭവും, സ്ത്രീകൾ ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ. ഞാനിവിടെ ഒരു സാധനം കണ്ടിട്ടുണ്ട്, സ്പെഷ്യൽ സാധനം. ഈ മഷ്റൂം നമ്മളെ മറ്റല്ലേ എന്നെ പറഞ്ഞ സാധനമാണോ? അങ്ങനെയൊന്നുമല്ല, ഇത് നമ്മളെ വീട്ടിലെ കർഷകര്, നമ്മളെ സംരംഭകര് വിശ്വസിച്ച് കഴിക്കാവുന്ന സാധനമാണ്. പോലത്തെ സംഭവമൊന്നുമല്ല. വീട്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും കൊടുക്കാവുന്ന സംഭവമേ ഉള്ളൂ. ഞങ്ങൾ കർഷകർ കൊടുന്ന മത്തന്, വെള്ളരി, കറിവേപ്പില, പച്ചക്കായ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇത് ജൈവവളം ഇട്ടിട്ട് ഞങ്ങൾ പാടത്തുണ്ടാക്കിയതാണ്. JLG ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 5 കർഷകർ കൂടി ഉണ്ടാക്കിയതാണ്. മുരിങ്ങാക്കായൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്, ജൈവം തന്നെയാണ്. ഇംഗ്ലീഷ് വളം ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്തെല്ലാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നേ? ഞങ്ങൾ പച്ചമുളക്, വഴുതന, കക്കരിക്ക, മത്തൻ, കുമ്പളങ്ങ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം എല്ലാ സാധനം. ഇതെന്താണ്? ചക്കക്കുരു പായസം. ചക്കക്കുരു പായസാ? ടേസ്റ്റ് ചെയ്തു. ഇത് രണ്ടാമത്തെ പായസമാണ് കേട്ടോ. ചക്കക്കുരു കഴിഞ്ഞു, ഇനി ചക്ക വരട്ടിയതിന്റെ പായസം. ഇതിന് ചക്കയുടെ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ചക്കയാണല്ലേ, ചക്ക വരട്ടി എടുത്ത് വെച്ച തേങ്ങാപ്പാലും ശർക്കരയും. മറ്റേല് ചക്കക്കുരു ടേസ്റ്റ് വരുന്നേ ഇല്ല, ശരിക്കും നല്ല പായസമാണ്. ഇത് പിന്നെ ചക്ക തന്നെയല്ലേ, അതിന്റെ മാംസമുള്ള ഭാഗല്ലേ. അതെ അതെ അതെ. അല്ല, ചക്കക്കുരിന്റെ അല്ല, ചക്കന്റെ പായസം ആകുമ്പോൾ ചക്കന്റെ ടേസ്റ്റ് കിട്ടണോ? ഷറയുണ്ട്. മുളകും പൊടി, മല്ലിപ്പൊടി, പൂളപ്പൊടി. ഏതാ പൂളപ്പൊടി? പൂളപ്പൊടി, ശർക്കരപ്പേരി, വറുത്തപ്പേരി, വെളിച്ചെണ്ണ. നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്ട്സ് ആണോ? ഇതൊക്കെ നമ്മൾ കഴുകി ഉണക്കി വൃത്തിയായിട്ട് ഉണ്ടാക്കിയ മുതലാണ്. ഇതെന്ത് പായസാ? ചക്കപ്പായസം. ചക്ക അങ്ങനെ വരട്ടി എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാ. ചേച്ചി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഏത് ചേച്ചി? ഈ ചേച്ചി. ആ ടേസ്റ്റ് ആക്കാനുണ്ടോ? രസപ്പൊടി. ഇതില് പുളി, വെളുത്തുള്ളി, തക്കാളി മാത്രം ഇട്ടാൽ മതി, ബാക്കിയൊക്കെ അതിലുണ്ട്. എന്താണിത്? ഉലുവ വിളയിച്ചത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങള് കൊണ്ടുപോയിട്ടുണ്ട്. ആണോ? ഉലുവ വിളയിച്ചത്. ഉലുവ വിളയിച്ചത്. മഞ്ഞ നാരങ്ങ അച്ചാറുണ്ട്. മഞ്ഞ നാരങ്ങ? മഞ്ഞ നാരങ്ങ. അതെന്ത്? കുരുമുളകും കാന്താരിയും, വെള്ള കാന്താരിയും ഒക്കെ ഇട്ടിട്ട്, പച്ചമുളകും ഒക്കെ ഇട്ടിട്ട്. ഇതെന്താ? പുതിയങ്ങാടിയിലെ ഗേൾസ് ഹൈസ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണ് ഈ ഓണച്ചന്ത നടക്കുന്നത്. 25-ാം തീയതി വരെ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം ഒരു 6 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള പച്ചക്കറികളും അതുപോലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പം പരിസരത്തുള്ളവരൊക്കെ വന്നോളി, വാങ്ങിക്കോളി, ഹാപ്പി ആയിട്ട് ഇരുന്നോളി.